ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് PSC പരീക്ഷകൾ. ഇപ്പോൾ പ്രധാനമായിട്ടും LDC, LPUP എക്സാമൊക്കെ ഇപ്പോൾ പ്രധാനമായിട്ടും വരുവാണല്ലേ. അപ്പോൾ PSC പരീക്ഷയിൽ കെമിസ്ട്രിയിൽ നിന്നും ചോദിക്കുന്ന SCERT ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കെമിസ്ട്രിയിലെ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നും തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ വർഷവും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്നും ആസിഡുകൾ, ആൽക്കലികൾ എന്ന ഭാഗത്ത് നിന്ന് എപ്പോഴും ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. PSC ഇതുവരെ ചോദിച്ച കുറേ ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആസിഡുകൾ, ആൽക്കലികൾ. ആസിഡുകൾ എന്നാൽ എന്താണ്? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ജലത്തിൽ ലയിച്ച് ഹൈഡ്രോണിയം അയോൺ അഥവാ H3O+ നൽകുന്നവയെയാണ് നമ്മൾ ആസിഡുകൾ എന്ന് വിളിക്കുന്നത്. ഒരു ലായനി ആസിഡാണോ ആൽക്കലി ആണോ, അല്ലെങ്കിൽ ഒരു ലായനി ആസിഡാണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയുന്നത് അതിൻ്റെ pH മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. pH എന്നതിൻ്റെ പൂർണ്ണ രൂപം പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. pH സ്കെയില് കണ്ടുപിടിച്ചത് ആരാണ്? സൊറൻസൻ. pH സ്കെയിലിൽ എത്ര മുതൽ എത്ര വരെയുള്ള സംഖ്യകളാണ് അടങ്ങിയിരിക്കുന്നത്? 0 മുതൽ 14 വരെയുള്ള സംഖ്യകൾ. ആസിഡിന്റെ pH മൂല്യം എത്ര? pH മൂല്യം 7-ൽ താഴെ വരുന്ന പദാർത്ഥങ്ങളെയാണ് ആസിഡുകൾ എന്ന് വിളിക്കുന്നത്. pH മൂല്യം 7-ൽ മുകളിൽ വരുന്ന പദാർത്ഥങ്ങളെ ആൽക്കലി എന്ന് വിളിക്കാം. ജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 7. നിർവീര്യ വസ്തുക്കളുടെ pH മൂല്യം എത്രയാണ്? 7. കഴിഞ്ഞ LPUP ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. 2017 ക്വസ്റ്റ്യൻ പേപ്പറിൽ LP ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നതാണ്. ജലത്തിൻ്റെ pH മൂല്യം ഡാഷ് ആണ്, 7. അങ്ങനെയാണെങ്കിൽ വ്യത്യസ്ത പദാർത്ഥങ്ങളുടെ pH മൂല്യം നമുക്കൊന്ന് പരിശോധിക്കാം. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7. രക്തത്തിൻ്റെ pH മൂല്യം 7.4. മൂത്രത്തിൻ്റെ pH മൂല്യം 6. പാലിൻ്റെ pH മൂല്യം 6.6. കാപ്പിയുടെ pH മൂല്യം 5. ചായയുടെ pH മൂല്യം 5.5. ഉമിനീറിൻ്റെ pH മൂല്യം 6.5 മുതൽ 7.4 വരെ. തക്കാളിയുടെ pH മൂല്യം 4.2 മുതൽ 4.4 വരെ. ബിയറിൻ്റെ pH മൂല്യം 4.5. മുന്തിരിയുടെ pH മൂല്യം 3 തുടങ്ങി 3.2 വരെ. നാരങ്ങ വെള്ളത്തിൻ്റെ pH മൂല്യം 2.4. വിനാഗിരിയുടെ pH മൂല്യം എക്സാക്റ്റ് പറയുവാണെങ്കിൽ 2.9. ഓക്കെ, അപ്പോൾ വ്യത്യസ്ത വസ്തുക്കളുടെ pH മൂല്യം നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ ആസിഡുകൾ എന്നാൽ ജലീയ ലായനിയിൽ ഹൈഡ്രോണിയം അയോണിൻ്റെ ഗാഢത വർദ്ധിപ്പിക്കാനായിട്ട് കഴിയുന്ന വസ്തുക്കളെയാണ് നമ്മൾ, അല്ലെങ്കിൽ പദാർത്ഥങ്ങളെയാണ് ആസിഡുകൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ആസിഡ്, ബേസ് എന്നിവയുടെ സാന്നിധ്യം തിരിച്ചറിയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലിറ്റ്മസ് പേപ്പർ. ആസിഡ് നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കി മാറ്റുന്നു. ബേസ് ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കി മാറ്റുന്നു. ഇനി നമുക്ക് വ്യത്യസ്ത തരം ആസിഡുകളെ കുറിച്ച് പഠിക്കാം. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആസിഡ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിന്റെ രാസസൂത്രം എന്ത്? H2SO4. സൾഫ്യൂരിക് ആസിഡിൽ എത്ര ആറ്റങ്ങൾ ഉണ്ട്? 7. സൾഫ്യൂരിക് ആസിഡിന്റെ വ്യാവസായിക നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്ന പേര്? സമ്പർക്ക പ്രക്രിയ. കഴിഞ്ഞ LPUP പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. സമ്പർക്ക പ്രക്രിയ വഴിയാണ് വ്യാവസായികമായി
ഡാഷ് എന്നാണ് അതിൻ്റെ ഇത്. ഉത്തരം സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്നത്. സമ്പർക്ക പ്രക്രിയയിൽ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? വനേഡിയം പെന്റോക്സൈഡ് V2O5. സൾഫ്യൂരിക് ആസിഡ് ജലവുമായിട്ടുള്ള പ്രവർത്തനം താപമോചക പ്രവർത്തനമാണോ അല്ലെങ്കിൽ താപശോഷക പ്രവർത്തനമാണോ? ഉത്തരം താപമോചക പ്രവർത്തനം. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയ ആയ സമ്പർക്ക പ്രക്രിയ അല്ലെങ്കിൽ കോണ്ടാക്ട് പ്രോസസ്സ് ആവിഷ്കരിച്ചത് ആരാണ്? പെരിഗ്രിൻ ഫിലിപ്സ്. സൾഫ്യൂരിക് ആസിഡിന്റെ മേഘപടലമുള്ള ഗ്രഹം ശുക്രൻ. രാസവള നിർമ്മാണത്തിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. എണ്ണ ശുദ്ധീകരണത്തിനും മലിനജല സംസ്കരണത്തിനും ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. ഡൈനാമിറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. ഗാഢ സൾഫ്യൂരിക് ആസിഡിൽ സൾഫർ ട്രയോക്സൈഡ് ലയിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന രാസവസ്തുവിൻ്റെ പേര് ഒലിയം. ഗാഢ സൾഫ്യൂരിക് ആസിഡിൽ സൾഫർ ട്രയോക്സൈഡ് ലയിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന രാസവസ്തു അറിയപ്പെടുന്ന പേരെന്ത്? ഒലിയം H2S2O7. ഒരു വാച്ച് ഗ്ലാസ്സിൽ എടുത്ത പഞ്ചസാരയിലേക്ക് കുറച്ച് സൾഫ്യൂരിക് ആസിഡ് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അതിൽ കരിയായിരിക്കും അവശേഷിക്കുന്നത്, കരി അഥവാ കാർബൺ. അതുപോലെ തന്നെ ഒരു വാച്ച് ഗ്ലാസ്സിൽ നീല നിറമുള്ള കോപ്പർ സൾഫേറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് സൾഫ്യൂരിക് ആസിഡ് ചേർക്കുമ്പോൾ അതിൻ്റെ നീല നിറം അപ്രത്യക്ഷമാകുന്നു. ഈ രണ്ട് കാര്യങ്ങളും സൾഫ്യൂരിക് ആസിഡിൻ്റെ ഏത് ഗുണത്തെയാണ് കാണിക്കുന്നത്? സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർജ്ജലീകാര ഗുണത്തെയാണ് ഇത് കാണിക്കുന്നത്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ്. കാർ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ്. ഗാഢ സൾഫ്യൂരിക് ആസിഡും ഡൈക്രോമേറ്റ് ലവണങ്ങളും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ആസിഡാണ് ഡാഷ് ക്രോമിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡിനെ പറ്റി നമുക്കിനി പഠിക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡ് കണ്ടുപിടിച്ചത് ആര്? ജാബിർ ഇബ്ന് ഹയാൻ. മ്യൂറിയാറ്റിക് ആസിഡ് എന്ന് വിളിക്കപ്പെടുന്ന ആസിഡിൻ്റെ പേര് ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl കേട്ടോ. ഹൈഡ്രജൻ ക്ലോറൈഡ് വാതകം ജലത്തിൽ ലയിക്കുമ്പോൾ ലഭിക്കുന്ന ആസിഡ് ഏത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. 100% ശുദ്ധ സൾഫ്യൂരിക് ആസിഡിനേക്കാൾ വീര്യമുള്ള ആസിഡാണ് ഡാഷ് സൂപ്പർ ആസിഡ്. ഓക്സിജൻ ഇല്ലാത്ത ആസിഡാണ് ഡാഷ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ പുറത്തു വരുന്ന വാതകമാണ് ഹൈഡ്രജൻ. കാർബണേറ്റുകളും ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ പുറത്തു വരുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. ഇനി നമുക്ക് അതുപോലെ തന്നെ ദഹനത്തിന് സഹായിക്കുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. മനുഷ്യൻ്റെ ആമാശയത്തിലുള്ള ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അക്വാ ഫോർട്ടിസ്, സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ HNO3 ആണ്. ഇനി നമുക്ക് നൈട്രിക് ആസിഡിനെ പറ്റി പഠിക്കാം. നൈട്രിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്ന പേര് ഓസ്റ്റ്വാൾഡ് പ്രക്രിയ. നൈട്രിക് ആസിഡ് ത്വക്കിൽ വീണാൽ അവിടെ ഓറഞ്ച് നിറമാവുന്നതിന് കാരണം നൈട്രിക് ആസിഡ് ത്വക്കിലെ പ്രോട്ടീനുകളുമായി പ്രവർത്തിച്ച് അവിടെ സാന്തോപ്രോട്ടിക് ആസിഡ് ഉണ്ടാകുന്നത് കൊണ്ടാണ് ത്വക്കിന് ഓറഞ്ച് നിറമാകാനായിട്ട് കാരണം. സ്വർണത്തെ ലയിപ്പിക്കാൻ കഴിവുള്ള ദ്രാവകം അറിയപ്പെടുന്ന പേര് അക്വാറീജിയ. അക്വാറീജിയ അറിയപ്പെടുന്നത് രാജദ്രാവകം എന്നാണ്. അക്വാറീജിയയിലെ ഘടകങ്ങൾ ഏതെല്ലാം? നൈട്രിക് ആസിഡും അതുപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡും 1:3 എന്ന അനുപാതത്തിലാണ് അക്വാറീജിയയിൽ അടങ്ങിയിരിക്കുന്നത്. 100%
അസറ്റിക് ആസിഡ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ്. എഥനോയിക് ആസിഡ് എന്ന IUPAC നാമമുള്ള ആസിഡാണ് അസറ്റിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡുകളിൽ അടങ്ങിയിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഏത്? COOH. ആസിഡ് എന്ന വാക്ക് വന്നത് ഏത് പദത്തിൽ നിന്നാണ്? അസിഡസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ആസിഡ് എന്ന വാക്ക് ഉണ്ടായത്. ആസിഡ് എന്ന വാക്കിന്റെ അർത്ഥം പുളിരുചി എന്നാണ്. രാസവസ്തുക്കളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ്. സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നറിയപ്പെടുന്ന ആസിഡ് ഏത്? നൈട്രിക് ആസിഡ്. വിറ്റാമിൻ B9 അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഫോളിക് ആസിഡ്. വിറ്റാമിൻ B5 അടങ്ങിയിരിക്കുന്ന ആസിഡ് പാൻറ്റോതെനിക് ആസിഡ്. വിറ്റാമിൻ B3 അടങ്ങിയിട്ടുള്ള ആസിഡ് നിക്കോട്ടിനിക് ആസിഡ്. മോരിലും തൈരിലും അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ലാക്റ്റിക് ആസിഡ്. വാളൻപുളിയിലും മുന്തിരിയിലും അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ടാർട്ടാറിക് ആസിഡ്. ചെറുനാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏത്? സിട്രിക് ആസിഡ്. ആപ്പിളിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏത്? മാലിക് ആസിഡ്. തക്കാളിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏത്? ഓക്സാലിക് ആസിഡും സിട്രിക് ആസിഡും. ഉള്ളിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏത്? സൾഫീനിക് ആസിഡ്. അച്ചാറുകളും മറ്റും കേടാവാതിരിക്കാൻ നമ്മൾ പ്രിസർവേറ്റീവായിട്ട് ചേർക്കുന്ന ഒന്നാണ് വിനാഗിരി. വിനാഗിരിയിൽ രാസപരമായി വിനാഗിരി എന്താണെന്നാണ് പറയുന്നത്? 5 മുതൽ 20% വരെ അസറ്റിക് ആസിഡാണ്. വൈറ്റമിൻ C രാസപരമായി എന്താണ്? അസ്കോർബിക് ആസിഡ്. നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് അസ്കോർബിക് ആസിഡ്. ഇനി നമുക്ക് കൂടുതൽ ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിട്ടുള്ള ആസിഡുകളെ കൂടുതലായിട്ട് പരിചയപ്പെടാം. എണ്ണയിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് സ്റ്റിയറിക് ആസിഡ്. കൊഴുപ്പിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് സ്റ്റിയറിക് ആസിഡ്. മരച്ചീനിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് പ്രൂസിക് ആസിഡ്. തേയിലയിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് ടാനിക് ആസിഡ്. പാം ഓയിലിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് പാൽമാറ്റിക് ആസിഡ്. തേങ്ങയിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് കാപ്രിക് ആസിഡ്. ഉറുമ്പ്, കടന്നൽ, തേനീച്ച ഇവയിലുള്ള ആസിഡാണ് ഫോമിക് ആസിഡ്. അരിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് ഫൈറ്റിക് ആസിഡ്. ചോക്ലേറ്റിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് ഓക്സാലിക് ആസിഡ്. ചുവന്നുള്ളിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് ഓക്സാലിക് ആസിഡ്. നേന്ത്രപ്പഴത്തിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് ഓക്സാലിക് ആസിഡ്. തേനീച്ച മെഴുകിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് സെറോട്ടിക് ആസിഡ്. സോഡാ ജലത്തിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് കാർബോണിക് ആസിഡ്. വേദന സംഹാരിയായ ആസ്പിരിൻ അനാൽജസിക്കായിട്ട് ഉപയോഗിക്കുന്ന ആസ്പിരിൻ രാസപരമായി എന്താണ്? അസറ്റൈൽ സാലിസിലിക് ആസിഡ്. ഓറഞ്ചിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് സിട്രിക് ആസിഡ്. സോഫ്റ്റ് ഡ്രിങ്ക്സിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് ഫോസ്ഫോറിക് ആസിഡ്. വെറ്റിലയിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് കാറ്റച്യൂണിക് ആസിഡ്. വിനാഗിരിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് അസറ്റിക് ആസിഡ്. മാംസ്യത്തിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് അമിനോ ആസിഡ്. മൂത്രത്തിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് യൂറിക് ആസിഡ്. മണ്ണിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് ഹ്യൂമിക് ആസിഡ്. പാൽ തൈരാകുമ്പോൾ pH മൂല്യം കൂടുമോ അതോ കുറയുമോ? കുറയും. ഉറുമ്പ് കടിക്കുമ്പോൾ വേദന അനുഭവപ്പെടാൻ കാരണമായ ആസിഡ് ഏത്? ഫോമിക് ആസിഡ്. മെഥനോയിക് ആസിഡ് എന്ന IUPAC നാമത്തിൽ അറിയപ്പെടുന്ന ആസിഡാണ് ഫോമിക് ആസിഡ്. ചില സോഫ്റ്റ് ഡ്രിങ്കുകളിൽ പ്രത്യേക പുളിരുചി ലഭിക്കാനായിട്ട് ചേർക്കുന്ന ആസിഡാണ് ഫോസ്ഫോറിക് ആസിഡ്. H3PO4 എന്ന് നമുക്ക് പറയാം. കഴിഞ്ഞ UP എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്, 2016 നടന്ന UP എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്, മുന്തിരിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏത്? ഉത്തരം ടാർട്ടാറിക് ആസിഡ്. ഫോസ്ഫോറിക് ആസിഡ് രാസപരമായി H3PO4 എന്നാണ് അതിൻ്റെ കെമിക്കൽ നെയിം കേട്ടോ.
ഇനി ചില ഐ ലോഷനുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? ബോറിക് ആസിഡ്. വയറ്റിലെ അസിഡിറ്റി കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് അന്റാസിഡുകൾ എന്നാണ്. പ്രോട്ടീനുകളിലെ അടിസ്ഥാന ഘടകമാണ് അമിനോ ആസിഡുകൾ. ഏറ്റവും ചെറിയ അമിനോ ആസിഡ് ആണ് ഗ്ലൈസിൻ. കാർബോളിക് ആസിഡ് എന്നറിയപ്പെടുന്ന രാസവസ്തുവാണ് ഫിനോൾ. പേശികളിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. റബ്ബർ പാൽ ഘനീഭവിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് ഫോമിക് ആസിഡ്. മാനസിക രോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആസിഡാണ് LSD. ലിസർജിക് ആസിഡ് ഡൈഈഥൈൽ അമൈഡ്. ഏറ്റവും മധുരമുള്ള ആസിഡാണ് സൂക്രോണിക് ആസിഡ്. ഹിപ്നോട്ടിസത്തിന് ഉപയോഗിക്കുന്ന ആസിഡാണ് ബാർബിറ്റ്യൂറിക് ആസിഡ്. ഓക്ക്, മഹാഗണി എന്നീ വൃക്ഷങ്ങളുടെ തൊലിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് ടാനിക് ആസിഡ്. പ്രോട്ടീനിന്റെ സാന്നിധ്യം അറിയുവാനായിട്ട് ഉപയോഗിക്കുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ആസിഡാണ് അസറ്റിക് ആസിഡ്. pH മീറ്ററിന്റെ ഉപയോഗം എന്ത്? ജലീലിയ ലായനികളുടെ pH അളക്കാനായിട്ട്. ഫിനോഫ്തലിൻ സൂചകം ആസിഡിൽ കാണിക്കുന്ന നിറം എന്ത്? നിറം ഇല്ല. നീല ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ മുക്കിയാൽ ഉണ്ടാവുന്ന നിറമാറ്റം എന്ത്? നിറം ചുവപ്പാകുന്നു. ആസിഡുകളിൽ അടങ്ങിയിട്ടുള്ള പൊതുഘടകം എന്താണ്? ഹൈഡ്രജൻ അയൺ അല്ലെങ്കിൽ H+ അയോൺ. ആസിഡുകൾ ജലത്തിൽ ലയിക്കുമ്പോൾ രൂപം കൊള്ളുന്ന അയോൺ ഏതാണ്? ഹൈഡ്രോണിയം അയോൺ അല്ലെങ്കിൽ H3O+ അയോൺ. ക്രിയാശീലത ഏറ്റവും കുറവുള്ള ആസിഡ് ഏത്? ഹൈഡ്രോസയാനിക് ആസിഡ്. ഏറ്റവും കൂടുതൽ ക്രിയാശീലതയുള്ള ആസിഡ് ഏത്? പെർക്ലോറിക് ആസിഡ്. ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഒരു ആസിഡാണ് അസറ്റിക് ആസിഡ്. ഏറ്റവും പഴക്കമുള്ള ആസിഡ് എന്നറിയപ്പെടുന്ന ഒരു ആസിഡാണ് അസറ്റിക് ആസിഡ്. വായുവിൽ പുകയുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. ഏറ്റവും വീര്യം കൂടിയ ആസിഡാണ് ഫ്ലൂറോ ആൻറ്റിമണിക് ആസിഡ്. പ്രോട്ടീൻ്റെ സാന്നിധ്യം അറിയുവാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. മഷിക്കറ മായ്ക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് ഓക്സാലിക് ആസിഡുകൾ. പ്രപഞ്ചത്തിന്റെ ആദിമ നിമിഷങ്ങളിൽ രൂപം കൊണ്ടെന്ന് കരുതപ്പെടുന്ന ഉയർന്ന അസിഡിറ്റിയുള്ള ഒരു തന്മാത്രയെ ഈ അടുത്ത കാലത്ത് നെബ്യുലയിൽ തിരിച്ചറിഞ്ഞു. ഏതാണ് ആ തന്മാത്ര? ഹീലിയം ഹൈഡ്രേറ്റ് അയോൺ. നാസയുടെ സോഫിയ എന്ന പറക്കും ഒബ്സർവേറ്ററി ഏത് നെബ്യുലയിലാണ് ഹീലിയം ഹൈഡ്രേറ്റ് അയോണിനെ കണ്ടെത്തിയത്? NGC. ക്യാപിറ്റൽ ലെറ്ററിൽ NGC 7027. 100% സൾഫ്യൂരിക് ആസിഡിനേക്കാൾ പ്രോട്ടോണിന്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ കൂടുതലുള്ള ആസിഡുകൾ പൊതുവെ ഏത് പേരിൽ അറിയപ്പെടുന്നു? സൂപ്പർ ആസിഡുകൾ. സൾഫ്യൂരിക് ആസിഡിനേക്കാൾ 10 ലക്ഷം മടങ്ങ് കൂടുതൽ അസിഡിക്കായ സൂപ്പർ ആസിഡാണ് കാർബോറൈൻ. ട്രൈഫ്ലിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആസിഡാണ് ട്രൈഫ്ലൂറോ മീഥേൻ സൾഫോണിക് ആസിഡ്. ഗ്ലാസ് ലയിക്കുന്ന ആസിഡാണ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. ഹൈഡ്രോസയാനിക് ആസിഡ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പ്രൂസിക് ആസിഡ്. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടാൻ കറൻസി നോട്ടുകളിൽ പുരട്ടുന്ന രാസവസ്തുവാണ് ഡാഷ്. ഫിനോൾഫ്തലിൻ. ആസിഡുകളെ പൊതുവായി നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഓർഗാനിക് ആസിഡ് എന്നും മിനറൽ ആസിഡ് എന്നും. ഓർഗാനിക് ആസിഡുകളെ നമുക്ക് കാർബോണിക് ആസിഡ് എന്നും വിളിക്കാം. ഓർഗാനിക് ആസിഡുകളിൽ വരുന്ന ആസിഡുകളാണ് സിട്രിക് ആസിഡ്, അസറ്റിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്. മിനറൽ ആസിഡ് അല്ലെങ്കിൽ മിനറൽ ആസിഡിൽ വരുന്നത് സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. സസ്യജന്യ ആസിഡുകളെയാണ് പൊതുവെ ഓർഗാനിക് ആസിഡുകൾ അഥവാ കാർബണിക് ആസിഡുകൾ എന്ന് വിളിക്കുന്നത്. ധാതുക്കളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡിനെയാണ് നമ്മൾ മിനറൽ ആസിഡ്സ് എന്ന് വിളിക്കുന്നത്. ഹൈഡ്രജൻ ആറ്റത്തിലെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആസിഡുകളെ നമുക്ക് മെയിനായിട്ട് 3ആയി തരംതിരിക്കാം. ഏകബേസികം, ദ്വിബേസികം, ത്രിബേസികം.
ഏകബേസികം എന്ന് പറയുമ്പോൾ അതിന് ഉദാഹരണമാണ് ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും. ദ്വിബേസികം എന്ന് പറയുമ്പോൾ ആ ആസിഡിന്റെ ഉദാഹരണമാണ് സൾഫ്യൂരിക് ആസിഡും കാർബോണിക് ആസിഡും. ത്രിബേസികം എന്ന് പറയുമ്പോൾ ആ ആസിഡിന് ഉദാഹരണമാണ് ഫോസ്ഫോറിക് ആസിഡ്. ആസിഡിന്റെ സ്വഭാവം കാണിക്കുന്ന ഹൈഡ്രജൻ അയോണുകൾ ഇല്ലാത്ത സംയുക്തങ്ങളാണ് ലൂയിസ് ആസിഡുകൾ അല്ലെങ്കിൽ ലൂയിസ് ആസിഡ്സ് എന്ന് വിളിക്കും. താജ്മഹലിന്റെ നിറം മങ്ങുന്നതിന് ഒരു പ്രധാന കാരണം എണ്ണ ശുദ്ധീകരണശാല മധുരയിലുള്ള എണ്ണ ശുദ്ധീകരണശാലയിൽ നിന്നും പുറന്തള്ളുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന ഒരു രാസവസ്തുവാണ്. ഏതാണ് ആ രാസവസ്തു? സൾഫർ ഡയോക്സൈഡ്. അമ്ലമഴയ്ക്ക് പ്രധാനമായും കാരണമാവുന്ന രാസവസ്തുക്കൾ ഏതെല്ലാം? സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡുകളും. ഏത് ഹരിതഗൃഹവാതകം കൂടുതലായി ലയിച്ചു ചേരുന്നതിന്റെ ഫലമായിട്ടാണ് സമുദ്രങ്ങളുടെ അമ്ലത കൂടുന്നത്? കാർബൺ ഡയോക്സൈഡ്. സോഡിയം ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ശക്തിയേറിയ ബേസ് ഏത്? സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കാസ്റ്റിക് സോഡ. കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന രാസവസ്തുവാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. കാസ്റ്റിക് പൊട്ടാഷ് എന്നറിയപ്പെടുന്ന സംയുക്തം ഏത്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ലോറി ബ്രാൻസ്റ്റഡ് സിദ്ധാന്തം, ലൂയിസ് സിദ്ധാന്തം, അറീനിയസ് സിദ്ധാന്തം എന്നിവ എന്തുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങളാണ്? ആസിഡ് ബേസ്. അലോഹ ഓക്സൈഡുകൾ ജലത്തിൽ ലയിച്ചാൽ ആസിഡുകൾ ഉണ്ടാകുന്നു. സ്റ്റിയറിക് ആസിഡിന്റെ മറ്റൊരു പേരാണ് ഒക്ടാഡെക്കനോയിക് ആസിഡ്. സ്റ്റിയറിക് ആസിഡ് അടങ്ങിയിരിക്കുന്നത് എണ്ണയിലും കൊഴുപ്പിലുമാണ് സ്റ്റിയറിക് ആസിഡ് കാണുന്നത്. ടൂത്ത് പേസ്റ്റിൽ പ്രിസർവേറ്റീവായിട്ട് ചേർക്കുന്നത് എന്താണ്? സാലിസിലിക് ആസിഡ്, ബെൻസോയിക് ആസിഡ് എന്നിവ. ആവർത്തന പട്ടികയിൽ ആൽക്കലി ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് ഏത് ഗ്രൂപ്പ് മൂലകങ്ങളാണ്? ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ. ആൽക്കലികളിൽ ഫിനോഫ്തലിൻ സൂചകത്തിന്റെ നിറം എന്ത്? പിങ്ക്. എണ്ണകളും കൊഴുപ്പുകളും ആൽക്കലികളുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ലവണം അറിയപ്പെടുന്ന പേര്? സോപ്പ്. ജലത്തിൽ ലയിക്കുന്ന ബേസുകൾ പൊതുവെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ആൽക്കലികൾ. റോക്കറ്റുകളിൽ ഓക്സിലേറ്ററുകളായി ഉപയോഗിക്കുന്ന ആസിഡ്? നൈട്രിക് ആസിഡ്. ജലത്തിൽ ലയിക്കാത്ത ബേസുകളെ ആൽക്കലി ആയിട്ട് കണക്കാക്കുന്നില്ല. ലോഹ ഓക്സൈഡുകൾ ബേസിക സ്വഭാവം കാണിക്കുന്നു. അമോണിയ വ്യാവസായികമായും നിർമ്മിക്കുന്ന പ്രക്രിയയുടെ പേരാണ് ഹേബർ പ്രക്രിയ. അലക്ക് സോപ്പ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആൽക്കലി ഏത്? സോഡിയം ഹൈഡ്രോക്സൈഡ്. അമോണിയ വാതകം ജലത്തിൽ ലയിക്കുമ്പോൾ ലഭിക്കുന്ന രാസവസ്തു? അമോണിയം ഹൈഡ്രോക്സൈഡ്. അമോണിയയുടെ ഗാഢ ജലീയ ലായനി എന്ത് പേരിൽ അറിയപ്പെടുന്നു? ലിക്കർ അമോണിയ. അമോണിയ വാതകത്തെ മർദ്ദം പ്രയോഗിച്ച് ദ്രാവകമാക്കി മാറ്റുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ലിക്വിഡ് അമോണിയ. കുമ്മായം രാസപരമായി എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഹേബർ പ്രക്രിയയിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ഡാഷ്? സ്പോഞ്ചി അയോൺ. വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്ന സോഡിയം സംയുക്തമാണ് സോഡിയം കാർബണേറ്റ്. ബേക്കിംഗ് പൗഡർ എന്താണ് രാസപരമായി? സോഡിയം ബൈകാർബണേറ്റ് ആണ്. പരീക്ഷണശാലയിൽ അമോണിയം നിർമ്മിക്കുമ്പോൾ അതിൽ നിന്നും ജലാംശത്തെ നീക്കം ചെയ്യുന്നതിനായി ശോഷകാരകമായി ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഡാഷ്? നീറ്റുകക്ക. നീറ്റുകക്കയുടെ രാസനാമം എന്താണ്? കാൽസ്യം ഓക്സൈഡ്. ക്വിക്ക്ലൈം എന്നറിയപ്പെടുന്നത് നീറ്റുകക്ക തന്നെയാണ്. കാൽസ്യം ഓക്സൈഡാണ് ക്വിക്ക്ലൈം അറിയപ്പെടുന്നത് കാൽസ്യം ഓക്സൈഡ് എന്നാണ്. എപ്സം സാൾട്ട് എന്നറിയപ്പെടുന്ന സംയുക്തം ഏത്? മഗ്നീഷ്യം സൾഫേറ്റ്. ജിപ്സം രാസപരമായി എന്താണ്? കാൽസ്യം സൾഫേറ്റ്. മിൽക്ക് ഓഫ് ലൈം എന്ന് അറിയപ്പെടുന്ന രാസവസ്തു ഏത്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അമോണിയ വാതകത്തിന്റെ സാന്ദ്രത വായുവിനേക്കാൾ കുറവോ കൂടുതലോ? കുറവ്.
സോഡ ആഷ് എന്നറിയപ്പെടുന്ന രാസവസ്തു ഏത്? സോഡിയം കാർബണേറ്റ്. ചുണ്ണാമ്പ് കല്ല് രാസപരമായി എന്താണ്? കാൽസ്യം കാർബണേറ്റ്. ചുണ്ണാമ്പ് കല്ലിന് നമ്മൾ രാസപരമായി പറയുന്ന പേരാണ് കാൽസ്യം കാർബണേറ്റ് എന്ന്. ആസിഡും ആൽക്കലിയുമായി പ്രവർത്തിച്ച് ജലവും ലവണവുമായി മാറുന്ന പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് നിർവിരീകരണ പ്രവർത്തനം അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന്. നമുക്ക് ആൽക്കലോയിഡുകളെ കുറിച്ച് പഠിക്കാം. കാപ്പിയിൽ അടങ്ങിയിട്ടുള്ള ആൽക്കലോയിഡ് കാഫീൻ, തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് തേയിൻ, മഞ്ഞളിൽ അടങ്ങിയിട്ടുള്ള ആൽക്കലോയിഡ് കുർക്കുമിൻ, കോളയിൽ അടങ്ങിയിട്ടുള്ള ആൽക്കലോയിഡ് കാഫീൻ, വേപ്പിൽ അടങ്ങിയിട്ടുള്ള ആൽക്കലോയിഡ് മാർഗോസിൻ, ഇഞ്ചിയിൽ അടങ്ങിയിട്ടുള്ള ആൽക്കലോയിഡ് ജിഞ്ചറിൻ, പച്ചമുളകിൽ അടങ്ങിയിട്ടുള്ള ആൽക്കലോയിഡ് ക്യാപ്സീൻ, കുരുമുളകിൽ അടങ്ങിയിട്ടുള്ള ആൽക്കലോയിഡ് പെപ്പറിൻ. ആസിഡ് ബേസ് സിദ്ധാന്തങ്ങൾ നമുക്കൊന്ന് നോക്കാം. ആസിഡ് പ്രോട്ടോൺ ദാതാവും ബേസ് പ്രോട്ടോൺ സ്വീകർത്താവും ആണെന്ന സിദ്ധാന്തം ഏത് പേരിൽ അറിയപ്പെടുന്നു? ലൗറി ബ്രോൺസ്റ്റഡ് സിദ്ധാന്തം. ഒരു ഇലക്ട്രോൺ ജോഡി ദാനം ചെയ്യാൻ കഴിവുള്ള തന്മാത്രകൾ ബേസും ഒരു ഇലക്ട്രോൺ ജോഡി സ്വീകരിക്കാൻ കഴിവുള്ള തന്മാത്രകൾ ആസിഡും ആണെന്ന സിദ്ധാന്തം അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ GN ലോയിസ്. ജലത്തിൽ ലയിക്കുമ്പോൾ ഹൈഡ്രജൻ അയോണുകൾ വിട്ടുതരുന്നവ ആസിഡുകളും ഹൈഡ്രോക്സിൽ അയോണുകൾ വിട്ടുതരുന്നവ ബേസുകളുമാണെന്ന സിദ്ധാന്തം അവതരിപ്പിച്ചത് ഏത് ശാസ്ത്രജ്ഞനാണ്? അറീനിയസ്. അപ്പം ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്? ആസിഡുകളെയും കുറിച്ചും ആൽക്കലികളെ കുറിച്ചുമുള്ള PSC ഇതുവരെ ചോദിച്ച ഏതാനും ചോദ്യോത്തരങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഈ തുടർന്ന് വരുന്ന എല്ലാ PSC എക്സാമിനും നന്നായിട്ട് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.